നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയിൽ വലിയ നഷ്ടമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായത്. നിക്ഷേപകർക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും വിപണിക്ക് മോശമായിരുന്നു. ഈ വർഷം വീണ്ടും വലിയ നഷ്ടങ്ങളുടെ വർഷമായിരിക്കും എന്ന് വിദഗ്ധരുടെ പ്രവചനങ്ങൾ നിലനിൽക്കുന്നു. 7500-നരികെയാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായത്. വെള്ളിയാഴ്ച ചെറിയൊരു റിക്കവറി വിപണിയിൽ കണ്ടു. പക്ഷേ കഴിഞ്ഞ നാളുകളിൽ നിക്ഷേപം നടത്തിയ നിരവധി ആളുകൾക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിരവധി പ്രധാനപ്പെട്ട ഓഹരികളുടെ വില വലിയ തോതിൽ കുറഞ്ഞു. ഇതൊരു നിക്ഷേപ അവസരമായി നിരവധി പേർക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നതും ശ്രദ്ധേയമാണ്. വിപണിയുടെ ഈ വാരം പരിശോധിക്കുന്നതോടൊപ്പം തന്നെ 2016 വിപണിക്ക് എങ്ങനെയായിരിക്കും, എത്രത്തോളം വിപണി ഇനി താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്, ഒപ്പം തന്നെ മികച്ച ഓഹരികൾ ഈ സമയത്ത് എങ്ങനെ സ്വന്തമാക്കാം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടി മാർക്കറ്റ് വാച്ച് ലക്കത്തിൽ പരിശോധിക്കുന്നുണ്ട്. അതുപോലെ ഹെഡ് എക്സിക്യൂട്ടീവ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഭുവനേന്ദ്രൻ, നമ്മൾ തുടങ്ങിയതുപോലെ പൊതുവെ ഒരു നഷ്ടത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ പലരും വിപണിയിൽ നിന്നും മാറി നിൽക്കുന്നു. നിരവധി നിക്ഷേപകർക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ ലക്കം ലഭിച്ച കത്തുകളിലും നിരവധി പേർ കാര്യങ്ങൾ പറയുന്നുണ്ട്. 2016 പൊതുവെ ഇത്തരം ഒരു ക്രൈസിസ് സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോവുക എന്ന് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞതുമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് ഏത് സ്ട്രാറ്റജി എടുക്കണം? പ്രത്യേകിച്ചും ബൈ ഓൺ ഡിപ്പ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അത് വീണ്ടും തുടരാനുള്ള അങ്ങനെ ഒരു ആത്മവിശ്വാസം പലർക്കും ഇപ്പോഴില്ല എന്ന് തോന്നുന്നു. അല്ലെ, ബൈ ഓൺ ഡിപ്പ് എന്നുള്ള സ്ട്രാറ്റജി എപ്പോഴും നല്ലത്. കാരണം കറക്ഷൻ മാർക്കറ്റിൽ സംഭവിക്കും. പക്ഷേ ഇതൊരു ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം വന്നിരിക്കുന്ന കറക്ഷനല്ല, ഒരു ഗ്ലോബൽ കറക്ഷനാണ്. അതിൻ്റെ റിഫ്ലക്ഷൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും സ്വാഭാവികമായിട്ടും റിഫ്ലക്റ്റ് ചെയ്യും. അത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വിഡ്രോവൽ. ഇപ്പോൾ ഈ വീക്ക് നമ്മൾ പരിശോധിച്ചാൽ 2 ഇൻസ്റ്റിറ്റ്യൂഷനും സെല്ലിംഗ് സൈഡിലാണ്. കാരണം ഒരു പരിധിവരെ ഈ മ്യൂച്വൽ ഫണ്ട് റിഡംഷൻ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. കാരണം ഏറ്റവും പാനിക് സിറ്റുവേഷൻ വരുമ്പോഴാണ് മ്യൂച്വൽ ഫണ്ട് റിഡംഷൻ വരും. അത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരു പരിധിവരെ സെല്ലിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ഭാഗത്ത് FIs, വേറൊരു ഭാഗത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ 2 സെല്ലിംഗ് വന്ന റീറ്റെയിലേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലില്ല. ഇതൊരു റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഗ്ലോബൽ സെൽ ഓഫിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഒന്ന് കമ്മോഡിറ്റി പ്രൈസിലുണ്ടായിരിക്കുന്ന ഫോള്, എസ്പെഷ്യലി ക്രൂഡ് മെറ്റലിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ. അതൊക്കെ വലിയൊരു ക്രൈസിസ് പല രാജ്യങ്ങളിലും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചൈനയുടെ സ്ലോ ഡൗൺ, അത് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, UAE ഇഷ്യൂ, ഇങ്ങനെ പല ഇഷ്യൂസും അത് ഗ്ലോബൽ സെൽ ഓഫിലേക്ക് കാരണമായി എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റ് നമുക്ക് ലാസ്റ്റ് ഒരു 3-4 മന്ത്സ് എടുത്ത് പരിശോധിച്ചാൽ കണ്ടിന്യൂസ് FIസിൻ്റെ വിഡ്രോവലാണ്. ഇപ്പോൾ ലാസ്റ്റ് മന്ത് ഡിസംബർ ഫിഗർ എടുക്കുകയാണെങ്കിൽ ഏകദേശം 12,000 crore ക്യാഷ് മാർക്കറ്റിൽ FIs സെല്ലിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ തന്നെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ഇന്ത്യൻ മാർക്കറ്റിനില്ല. അതുമാത്രമല്ല, ഇതൊരു ഗ്ലോബൽ സെൽ ഓഫ് ആണ്. അതിൽ ഇന്ത്യയെ മാറ്റി നിർത്താൻ സാധിക്കില്ല. ഇപ്പോൾ ഗ്ലോബലി എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഗ്രോത്ത് ഉള്ള രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ആ ഇന്ത്യയിൽ പോലും ബൈയിങ് സപ്പോർട്ട് മാർക്കറ്റിലില്ലെങ്കിൽ ഒരു രാജ്യത്തിനും ഒരു സ്റ്റോക്ക് മാർക്കറ്റിനും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 2016 കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ്. ഈ ഗ്ലോബൽ ക്രൈസിസ് മാറി എന്ത് തന്നെ ഇന്ത്യയിൽ എത്ര ഗ്രോത്ത് വന്നാലും ബയേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാതെ ഒരിക്കലും മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കില്ല. ഇനി അതുപോലെ തേർഡ് ക്വാർട്ടർ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഉയർന്നിട്ടില്ല. പല റിസൾട്ടുകളും മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് ഉയരാൻ സാധിച്ചില്ല. അതൊരു പരിധിവരെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ റുപ്പിയുടെ ഫോൾ, അത് FIസിൻ്റെ കണ്ടിന്യൂസ് വിഡ്രോവൽ കൊണ്ടാണ്. ഇതൊക്കെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്തു. ഇപ്പോൾ IMF 7.5 7 GDP ഫോർകാസ്റ്റ് കുറച്ചു. ഇതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിനെ മാത്രം എഫക്റ്റ് ചെയ്യുന്നു. അത് എല്ലാ മാർക്കറ്റിലും, ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലും ജപ്പാൻ, ഈവൻ ഡൗ, ഇവിടെ എല്ലാം ഹാങ്സെങ്ങിലെല്ലാം എല്ലാ ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ തന്നെ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് ഉണ്ടായി. അതിൻ്റെ റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിലും ഉണ്ടായി. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ചൈനയായിട്ടോ മറ്റ് രാജ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ സ്ഥിതി, എക്കണോമിക് സിറ്റുവേഷൻ വളരെ സേഫായിട്ട് തന്നെ, അതാണ് നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. അത് സേഫ് തന്നെയാണ്. അതെല്ലാ അനലിസ്റ്റുകളും പറയുന്ന കാര്യങ്ങളുമാണ്. പക്ഷേ എത്ര സേഫായിട്ടുള്ള എക്കണോമി ആണെങ്കിലും ഒരു ബയേഴ്സ് മാർക്കറ്റിൽ വന്നില്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ഫോൾ ഉണ്ടാകും. അതുപോലെ തന്നെ 2 ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലേക്ക് പോകുന്നു. അതാണ് പ്രധാനമായിട്ടും ഈ മാർക്കറ്റിൽ ഇത്രത്തോളം ഷാർപ്പായിട്ടുള്ള ഫോളിന് കാരണം. ഇപ്പോൾ 2016 അഭിലാഷ് എന്നോട് ചോദിച്ചത്, വീണ്ടും ഫോൾ, ഇപ്പോഴത്തെ രീതിയിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് വീക്കാണ്. ഈ ഫോള് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ മാർക്കറ്റ് നിഫ്റ്റി 7,000 ബിലോ പോകാനുള്ള പോസിബിലിറ്റി പോലും കാണുന്നുണ്ട്. അതോടൊപ്പം ഇത് ഡിസംബർ ഏത് സമയത്തേക്കായിരിക്കും, അഥവാ അങ്ങനെ വന്ന ഒരു ഇമ്മീഡിയറ്റ് ഫോളാണോ പ്രതീക്ഷിക്കുന്നത്, അതോ ഇടയ്ക്കിടയ്ക്കുള്ള ഇമ്മീഡിയറ്റ് ഫോളിനുള്ള സാധ്യത കുറവാണ്. എനിക്കൊന്ന് ഈ ബജറ്റിന് മുമ്പ് ഒരു പ്രീ ബഡ്ജറ്റ് റാലി, ബജറ്റിനെ കുറിച്ച് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇൻവെസ്റ്റേഴ്സിനില്ല.
അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ അനൗൺസ്മെന്റ് പോലും മാർക്കറ്റ് ചിലപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കാം. കാരണം ഇത്രയും ഷാർപ്പായുള്ള കറക്ഷൻ വന്നതുകൊണ്ട് ഒരു ബൈയിങ്, ഒരു പുൾ ബാക്ക്, അതല്ലെങ്കിൽ ഒരു ഷോർട്ട് കവറിങ് പോലെയുള്ള സിനാരിയോ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ GST ഒക്കെ പാസ്സാകുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പോകാം. എന്ത് തന്നെയാണെങ്കിലും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റിക്കവറിക്കുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുക. ഇപ്പോഴത്തെ ഇൻവെസ്റ്റ്മെന്റ് ഒരു 2 to 3 ഇയർ ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും നല്ലത്. ഇപ്പോൾ വാല്യുവേഷൻ എടുക്കുകയാണെങ്കിൽ പല സ്റ്റോക്കുകളും വളരെ ചീപ്പർ വാല്യുവേഷൻ അവൈലബിൾ ആണ്. അതിൽ ഇവർ ഇപ്പോഴും പെർഫോം ചെയ്ത പല സ്റ്റോക്കുകളും ഇപ്പോൾ ലൂപ്പിൻ്റെ ഒക്കെ റിസൾട്ട് വന്നു, മാർക്കറ്റ് പ്രതീക്ഷിച്ചാലും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ്. അങ്ങനെ പല സ്റ്റോക്കുകളും റിസൾട്ട് വരുന്നതൊക്കെ തന്നെ കുറച്ച് കൂടെ ബെറ്റർ റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ റിസൾട്ട് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നോക്കി അങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് നമ്മുടെ ഫോക്കസ് പോവുക. അതോടൊപ്പം തന്നെ വളരെ ഷാർപ്പായിട്ട് ഫോൾ സംഭവിച്ച സെക്ടറിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുക എന്നുള്ളത് തന്നെ ആയിരിക്കും നല്ലത്. എന്തായാലും കുറച്ചുകൂടെ ഡൗൺ സൈഡ് പോകാനുള്ള പോസിബിലിറ്റി മാർക്കറ്റിൽ വളരെ കൂടുതൽ തന്നെ. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ വളരെ അട്രാക്റ്റീവായ പ്രൈസിൽ നിൽക്കുന്നു. പ്രത്യേകിച്ചും ഈ കറക്ഷൻ പല പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലെയും വിലയിൽ കുറവുണ്ടാക്കിയിരിക്കുന്നു. പൊതുമേഖലാ ബാങ്കുകൾ ഉദാഹരണമായി എടുത്താൽ ഒട്ടുമിക്ക എല്ലാ പ്രധാനപ്പെട്ട പൊതുമേഖലാ ബാങ്കുകളുടെയും ഓഹരിയിൽ വിലയിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. SBI അടക്കമുള്ള സ്റ്റോക്കുകൾ അട്രാക്റ്റീവായിട്ടുള്ള പ്രൈസിലാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ സ്റ്റോക്കുകളിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണോ, അതോ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു കറക്ഷൻ വരുന്നു എങ്കിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടോ? പബ്ലിക് സെക്ടർ ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ പല സ്റ്റോക്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ വർഷത്തെ ഹൈയിൽ നിന്ന് 315 ഹൈയിൽ നിന്നും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 45% കറക്റ്റ് ചെയ്തു. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ബാങ്കുകൾ എടുക്കുകയാണെങ്കിൽ കാനറ ബാങ്ക് 55% കറക്റ്റ് ചെയ്തു. പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓൾമോസ്റ്റ് 50% കറക്റ്റ് ചെയ്തു. കാരണം കാനറ ബാങ്ക് ഒക്കെ ഈ വർഷത്തെ ഹൈ ആണ് ഞാൻ പറയുന്നത്. ഈ വർഷത്തെ ഹൈ എന്ന് പറയുന്നത് 460 ആണ്. ഇന്ന് 480 ലെവലിൽ 180 ലെവലിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യും. ഓൾമോസ്റ്റ് 55-60% കറക്ഷൻ ഈ സ്റ്റോക്കിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന റീസൺ ഈ NPA കൺസേൺ തന്നെയാണ്. അതുപോലെ RBI പുതുതായി കൊണ്ടുവരാൻ പോകുന്ന, അതുപോലെ പുതിയ ക്യാപിറ്റൽ എഫിഷ്യൻസി അനുസരിച്ച് ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ എഫിഷ്യൻസി അനുസരിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നത്. പിന്നെ റുപ്പിയുടെ ഫോള്, ഈ ക്രൂഡ് ഓയിൽ വന്നിരിക്കുന്ന ഫോൾ, അത് ഹെഡ്ജ് ചെയ്ത് കൊടുത്തിരിക്കുന്നതല്ല NPA ആകാനുള്ള പോസിബിലിറ്റി. അപ്പോൾ ഇതൊക്കെ തന്നെ ഓവറോൾ വലിയ കൺസേൺ തന്നെ. പിന്നെ ലെൻഡിങ് നടക്കുന്നില്ല. ലെൻഡിങ് ആക്റ്റീവായി വന്നെങ്കിൽ മാത്രമേ ഇവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ളൂ. ഈ അസറ്റ് ക്വാളിറ്റിയെക്കുറിച്ചുള്ള കൺസേൺ തന്നെയാണ് ഈ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഇത്രയും വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ വരാനുള്ള റീസൺ. അതിൽ പബ്ലിക് സെക്ടർ മാത്രമല്ല, നമ്മൾ എടുക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, ഫെഡറൽ ബാങ്കിലൊക്കെ തന്നെ ഓൾമോസ്റ്റ് 30-35% കറക്ഷൻ വന്നു. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു അതിൽ എഫക്റ്റ് ചെയ്യാത്ത കുറച്ച് ബ്രാഞ്ചസ്, ഇപ്പോൾ കോട്ടക് മഹീന്ദ്ര ബാങ്ക് എടുക്കുക, ഇൻഡസിൻഡ് ബാങ്ക് എടുക്കുക, അതൊന്നും HDFC ബാങ്ക്, ഇതൊന്നും അത്രത്തോളം ഈ ഒരു ഫോളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ. 5-10% മാത്രമേ കറക്ഷൻ സംഭവിച്ചു. പക്ഷേ പ്യുവർ റീറ്റെയിൽ ഫോക്കസ് ചെയ്യുന്നത് കോർപ്പറേറ്റ് ബാങ്കിങ്ങിൽ നിന്നും പ്യുവർ റീറ്റെയിലിലേക്കുള്ള ഇത് രണ്ട് സെക്ടറിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്യുവർ റീറ്റെയിലുള്ള ബാങ്കിങ്ങിനാണ് പ്രധാനമായിട്ടും വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കൺസേൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഈ അസറ്റ് ക്വാളിറ്റിയെക്കുറിച്ചുള്ള ഒരു കൺസേൺ തന്നെ. ദെൻ ഇതിലേക്ക് ഉപരി മാർക്കറ്റിൽ ബയേഴ്സ് ഇല്ല. എത്ര അട്രാക്റ്റീവ് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇപ്പോൾ പല ബാങ്കിങ് സ്റ്റോക്കുകളിലെ ഈൽഡ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഈൽഡ് ലാസ്റ്റ് ഇയറായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 5.56%. ഈവൻ നമ്മുടെ ഫെഡറൽ ബാങ്ക് എടുത്താലും, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എടുത്താലും, ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്താലും, ഈ കാനറ ബാങ്ക് എടുത്താലും, സിൻഡിക്കേറ്റ് ബാങ്ക് എടുത്താലൊക്കെ തന്നെ 5% മുകളിൽ ഡിവിഡൻഡ് ഈൽഡ് ഉണ്ട്, ക്യാപിറ്റൽ അപ്രിസിയേഷൻ കൂടാതെ. അങ്ങനെയുള്ള സ്റ്റോക്കുകളാണ് ഇത്രത്തോളം ഷാർപ്പായുള്ള കറക്ഷൻ നേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് ബയേഴ്സ് മാർക്കറ്റിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് പ്രൊഡക്റ്റും സെല്ല് ചെയ്താൽ ബയർ ഉണ്ടെങ്കിൽ ഒരു ഫിക്സഡ് റേറ്റിൽ ഇത് ചെയ്യാൻ പറ്റും. വാല്യൂ, ബുക്ക് വാല്യൂ, EPS, ഫണ്ടമെന്റൽസ് എന്നൊക്കെ പറയുന്നതിന് യാതൊരു വാല്യൂയും ഇല്ലാത്ത സ്റ്റേജിലേക്ക്, കാരണം ഡിമാൻഡ് ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്. പക്ഷേ ഫണ്ട് ഉള്ളവരെ സംബന്ധിച്ച് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അടുത്തൊരു 2 to 3 ഇയർ ടൈം ഫ്രെയിമോട് കൂടി വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് മുന്നിൽ വരുന്നത്. പ്രധാനമായിട്ടും നമ്മൾ കോമൺ പബ്ലിക് ഹോൾഡ് ചെയ്യുന്ന ഇപ്പോൾ മെറ്റൽ, ടാറ്റ സ്റ്റീൽ അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഈ പറയുന്ന കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക് പോലെയുള്ള കോമൺ പബ്ലിക് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിലാണ് ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇൻഫോസിസോ TCSോ അല്ലെങ്കിൽ ലൂപ്പിൻ, സൺഫാർമയൊന്നും ഒരു നോർമൽ പബ്ലിക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയെ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ റീറ്റെയിലേഴ്സിനെ സംബന്ധിച്ച് വളരെ പെയിൻഫുൾ ആയിരുന്നു ഇപ്പോഴത്തെ ഈ ഫോൾ എന്ന് പറയുന്നത്. അവർ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷവും വളരെ ഷാർപ്പായിട്ടുള്ളൊരു മൂവിനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ വരണമെങ്കിൽ GST പാസ്സാവുക, ഗ്ലോബൽ ക്രൈസിസ് മാറുക, ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഒരു റിക്കവറി സംഭവിക്കുക, മെറ്റൽ കുറച്ചുകൂടെ ബെറ്റർ ഷേപ്പിലേക്ക് വരിക, ചൈനയുടെ സ്ലോ ഡൗൺ മാറുക, പലയിടത്തും ഗ്ലോബലി തന്നെ ഡിമാൻഡ് കുറഞ്ഞു വരുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഗ്ലോബലി ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ FIs തിരിച്ചു വരണം. അപ്പോൾ ആ തിരിച്ചു വരവൊക്കെ വന്നെങ്കിൽ മാത്രമേ അതിനുള്ളൊരു പെട്ടെന്ന് അതിനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഇനിയത്തെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ തന്നെ ഒന്ന് അതിലുപരി ഈ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിരിക്കാം. ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഒരു 7,000 ബിലോ പോലും നിഫ്റ്റി പോകാനുള്ള പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു കോഷ്യസ് അപ്രോച്ച് ആയിരിക്കും നല്ലത്. ലിവറേജ് ചെയ്യരുത്, ഫൈനാൻസ് എടുത്ത് സ്റ്റോക്ക് മേടിക്കരുത്. കയ്യിലുള്ള ഫണ്ട് 2-3 സ്റ്റേജ് ആയിട്ട് എഗെയിൻ അതിന് സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക് പോകാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യത്തെ കത്ത് സിനി രാഘവൻ. ഏറ്റവും ആദ്യം നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തിലെക്കുറിച്ച് തന്നെയാണ് സിനി കത്തിൽ സൂചിപ്പിക്കുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞ ഒരു വർഷമായി കൈവശമുള്ള പോർട്ട്ഫോളിയോ വലിയ നഷ്ടം ഈ സ്റ്റോക്കുകളിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ചില സ്റ്റോക്കുകളെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. കാനറ ബാങ്ക്, ഹിൻഡാൽകോ, GMR ഇൻഫ്ര, ഇതാണ് സിനിയുടെ പോർട്ട്ഫോളിയോ. വാപ്കോ ഇന്ത്യ, ടിറ്റിക പ്രസ്റ്റീജ്, ഐനക്സ് വിൻഡ്, ഡോക്ടർ റെഡ്ഡീസ് ലാബ് ആൻഡ് കോഫി ഡേ. സ്റ്റോക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ഇൻവെസ്റ്റേഴ്സും നഷ്ടം തന്നെയാണ്. ഇതിലാദ്യമായിട്ട് കാനറ ബാങ്ക് ഒന്നുകൂടി ഈ സ്റ്റോക്ക് ആവറേജ് ചെയ്യുക എന്നുള്ളതാണ്. 160 ആണ് അടുത്തൊരു കറക്ഷൻ വരികയാണെങ്കിൽ 160 ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് ലെവലാണ്. ദെൻ 142 ഇപ്പോഴത്തെ രീതിയിൽ 142 വരെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ വർഷം 60% കറക്ഷനാണ് ഹൈയിൽ നിന്ന് ഈ സ്റ്റോക്കിൽ വന്നിരിക്കുന്ന കറക്ഷൻ. അതുപോലെ ഡിവിഡൻഡ് ഈൽഡ് ഉണ്ട്. അപ്പോൾ ഈ കാനറ ബാങ്ക് റിസൾട്ട് അത്രത്തോളം ബെറ്റർ ആയിരുന്നില്ല. അതാണ് ഈ സ്റ്റോക്ക് ഇത്രയും കറക്ഷൻ. അത് കൂടാതെ ഞാൻ പറഞ്ഞല്ലോ അസറ്റ് ക്വാളിറ്റിയെക്കുറിച്ചുള്ള കൺസേൺ തന്നെയാണ് പ്രധാനമായിട്ടും ഈ പബ്ലിക് സെക്ടർ ബാങ്കിലൊക്കെ തന്നെ ഇത്രത്തോളം ഷാർപ്പായിട്ടുള്ള കറക്ഷൻ വരാനുള്ള റീസൺ. ഇപ്പോൾ കാനറ ബാങ്കിനെ സംബന്ധിച്ച് വാല്യുവേഷൻ വളരെ ഫെയർ, അതല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷേ 1 to 2 ഇയർ ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും നല്ലത്. ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ നിന്ന് ഒരു റിക്കവറി വരാനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ 160 and 142 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 220 ഈ സ്റ്റോക്കിലെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആണ്. 220 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ എനിക്കൊന്ന് എക്സിറ്റ് ചെയ്തിട്ട് റീ എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. ബജറ്റിന് മുമ്പ് മാർക്കറ്റിൽ റിക്കവറി സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു 220 ലെവലിൽ വരികയാണെങ്കിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് എക്സിറ്റ് ചെയ്ത് റീ എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ ഹിൻഡാൽകോ, ഇതും ആ സെക്ടർ ഈ പബ്ലിക് സെക്ടർ ബാങ്ക് അതുപോലെ തന്നെ മെറ്റൽ സെക്ടറിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള സെല്ലിംഗ് സംഭവിച്ചത്. അതിൻ്റെ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് ഹിൻഡാൽകോയും വാല്യുവേഷൻ ഫെയർ ആണ്. ഇപ്പോഴത്തെ ലെവൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റും അഡ്വൈസബിൾ ആണ്. പക്ഷേ കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു ടൈം എടുക്കും ഈ സ്റ്റോക്കിൻ്റെ റിക്കവറിക്ക്. അപ്പോൾ 65 and 56 അഗെയിൻ ഈ രണ്ട് സ്റ്റേജ് വരികയാണെങ്കിൽ ആ ഹയർ ലെവൽ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്ക് എഗെയിൻ ഒന്ന് ആവറേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ സ്റ്റോക്കൊക്കെ ഹയർ വാല്യൂവിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. എനിക്ക് തോന്നുന്നൊരു 50% കറക്ഷൻ പല സ്റ്റോക്കിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ആവറേജ് ചെയ്ത് നമ്മുടെ ആവറേജ് പ്രൈസ് കുറച്ച് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. 90 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ GMR ഇൻഫ്ര സ്പെൻഡിംഗ് ഒക്കെ വരികയാണെങ്കിൽ മാത്രം ഈ സ്റ്റോക്കിലൊക്കെ ഒരു അപ്പ് മൂവ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ ഒരു ഫെയർ ആണ്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. 11 rupees and 8 രണ്ട് സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. 16 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു ടാർഗറ്റ്. ദെൻ വാപ്കോ ഇന്ത്യ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ഈ സ്റ്റോക്ക് ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ പരിഗണിക്കാം. 5,000 and 4,640 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 6,700 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ഇത് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്ക് തന്നെ. ദെൻ TTK പ്രസ്റ്റീജ്, ഈ സ്റ്റോക്കിൻ്റെ സെലക്ഷൻ വളരെ നല്ലതാണ്. വളരെ സൗണ്ട് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റോക്കാണ്. 4,000 and 3,500 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 5,000 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് അതല്ലെങ്കിൽ റെസിസ്റ്റൻസ്. അപ്പോൾ 5,000 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഷോർട്ട് ടൈം വ്യൂവിൽ ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് റീ എൻട്രി ചെയ്യുന്നത് നന്നായിരിക്കും. ഇത് ഐനോക്സ് വിൻഡ് ആണ്. ഫണ്ടമെൻ്റലി അത്ര സൗണ്ട് അല്ല. ഇപ്പോഴത്തെ രീതിയിൽ ഈ സ്റ്റോക്ക് അത്ര അഡ്വൈസബിൾ അല്ല. ഇപ്പോൾ 250, 200 റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ മാത്രം ഒരു ഫെയർ വാല്യൂയിലേക്ക് വരാം. ആ സമയത്ത് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 350 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ഫാർമ സെക്ടറൊക്കെ തന്നെ എസ്പെഷ്യലി ഡോക്ടർ റെഡ്ഡീസ് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ. അവരുടെ US-ലെ സെയിൽസ് കുറയുന്നു, പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞു. ആ റീസൺ കൊണ്ടാണ് ഈ സ്റ്റോക്ക് ഷാർപ്പായിട്ട് ഫോൾ വന്നത്. 2,800 and 2,500 2,800ഉം 2,500 രണ്ട് സ്റ്റേജായി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഫാർമ സെക്ടറൊക്കെ പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ സഡൻ റിസ്ക് പലപ്പോഴും ഈ സ്റ്റോക്കിൽ വരാറുണ്ട്. US FDAയുടെ ചില ബാൻ, അവരുടെ നോട്ടീസ്, ഇങ്ങനെ ചില ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ ആണ്. അതാണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. 3,600 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ കോഫിയുടെ 230 വാല്യുവേഷൻ ഫെയർ ആണ്.
കോഫി ഡേ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം 230 and 200 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 290 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റോക്കുകളെല്ലാം ഫണ്ടമെൻ്റലി സൗണ്ടാണ്. പ്രത്യേകിച്ച് വാപ്കോ, TTK പ്രസ്റ്റീജ്, ഡോക്ടർ റെഡ്ഡീസ് ആൻഡ് കോഫി ഡേ. ഈ സ്റ്റോക്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുമ്പോൾ ഓവറോൾ ഗ്ലോബൽ ഇക്കണോമി, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ മൂവ് ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നല്ലത്. സ്റ്റോക്ക് എത്ര ഫണ്ടമെൻ്റലി സൗണ്ട് ആണെങ്കിലും ഓവറോൾ മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചാൽ ഈ സ്റ്റോക്കൊക്കെ തന്നെ കുറച്ചും കൂടെ ലോവർ ലെവലിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് ഹയർ വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപകരൊക്കെ തന്നെ അടുത്തൊരു കറക്ഷനോടുകൂടി ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ആവറേജ് ചെയ്യുന്നത് അഡ്വൈസബിളാണ്. അത് നിർബന്ധമായിട്ടും സ്റ്റോക്ക് ആവറേജ് ചെയ്യണം. അടുത്തൊരു 1-2 വർഷത്തിനുള്ളിൽ തന്നെ മാർക്കറ്റിൽ ഒരു ഷാർപ്പായിട്ടുള്ള റിക്കവറിക്കുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു വർഷത്തിനുള്ളിൽ ഞാൻ പറയാത്തത് ഇതൊരു ഗ്ലോബൽ ക്രൈസിസ് ആണ്. അപ്പോൾ അത് ഇന്ത്യൻ എക്കണോമി എത്ര നല്ല ഷേപ്പിലാണെങ്കിലും ഫോറിൻ ഫണ്ട് വരാതെ ഇന്ത്യൻ മാർക്കറ്റിലൊരു ബുൾ റൈഡ് സംഭവിക്കില്ല. അപ്പോൾ ഗ്ലോബൽ ക്രൈസിസ് ഉണ്ടെങ്കിൽ ആ ഫണ്ട് വരുന്ന കുറച്ച് ഡിലേ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കേണ്ടി വരും. എല്ലാ ഇൻവെസ്റ്റേഴ്സിനും വലിയ ലോസ് തന്നെയാണ്. പക്ഷേ ഫണ്ടമെൻ്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ്. അതിൽ പലർക്കും അറിയാം 2003 സെയിം ഒരു സിസ്റ്റം തന്നെ ഇപ്പോഴും 2008 വലിയൊരു ക്രൈസിസ് ഉണ്ടായി. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു റിക്കവറി ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാകുമോ അതോ ഇത് നീണ്ടുപോകാൻ സാധ്യത? 2008 കമ്പയർ ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇന്ത്യക്കും ഗ്ലോബലി നിലനിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ വലിയൊരു റിക്കവറി സംഭവിച്ചു കഴിഞ്ഞു. വെൽ അവെയർ ആണ് ഓരോ രാജ്യങ്ങളും. അപ്പോൾ അതാണല്ലോ ഇപ്പോൾ സിറിയ നമ്മൾ എടുത്ത് ഓരോ പ്രശ്നങ്ങൾ ഓരോ രാജ്യത്ത് വരുമ്പോഴും അവർ വളരെ എഫക്റ്റീവായിട്ട് അത് മാനേജ് ചെയ്യുന്നുണ്ട്. 2008 അൺഅവെയർ ആയിട്ടുള്ള ഒരു പ്രശ്നം പെട്ടെന്ന് വരികയാണ് ഇത്. ഇന്ന് വെൽ അവെയർ ആണ് ഓരോ രാജ്യങ്ങൾ. അതുകൊണ്ട് എനിക്കൊന്ന് റെമഡി പെട്ടെന്നുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഷോർട്ട് ടൈം മാക്സിമം ഒരു 1 ഇയറിൽ കൂടുതൽ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ 2003 ഇപ്പോൾ നമുക്കൊരു 98 IT ബൂമിന് ശേഷം 2001, 2, 3, 4 അങ്ങനെ ഗ്രാജുവലി ഒരു റൈഡ് സംഭവിക്കാതെ എന്ന രീതിയിൽ ഇത് ഇപ്പോൾ പതുക്കെ അടുത്തൊരു കറക്ഷനോട് കൂടി വീണ്ടും ഗ്രാജുവലി മാർക്കറ്റിൽ ഒരു റൈഡ് സംഭവിക്കാനുള്ള സാധ്യത അത് 2018 കൂടി മാർക്കറ്റിൽ വളരെ ഷാർപ്പായുള്ള പുതിയ ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഒരു 2 to 3 ഇയർ ടൈം ഫ്രെയിമോട് കൂടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അതിനൊരു പേഷ്യൻസ് കാണിക്കുക എന്ന് ഞാൻ പറഞ്ഞത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് പോകുന്നു. ശ്രീ ബെൻസന്റെ കത്ത്. അശോക് ലൈലാൻഡ്, പവർ ഗ്രിഡ്, PTC ഇന്ത്യ, ശ്രീറാം EPC, ശ്യാം ടെലി, പെട്രോനെറ്റ്, സൺ TV എന്നീ സ്റ്റോക്കുകളാണ് ബെൻസൺ അതിനെക്കുറിച്ചാണ് ബെൻസൺ പ്രധാനമായും ചോദിക്കുന്നത്. അശോക് ലൈലാൻഡ് സൗണ്ട് ഫണ്ടമെന്റലി സൗണ്ടാണ്. ഈ മാർക്കറ്റ് കറക്ഷനും അത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും ഒരു ഹയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഇനിയും ഈ സ്റ്റോക്കിൽ ഓപ്പർച്യൂണിറ്റി ലാസ്റ്റ് വീക്കൊക്കെ തന്നെ 83 ലെവൽ വന്നിട്ട് വീണ്ടും 90ക്ക് മുകളിലേക്ക് ഷാർപ്പായിട്ടുള്ള റിക്കവറി സംഭവിച്ചിരുന്നു. അശോക് ലൈലാൻഡ് 82 and 77 വീണ്ടും കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ നമുക്കിത് പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന ഒരു ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 96 ആണ് സ്റ്റോക്കിൽ ഒരു റെസിസ്റ്റൻസ്. ദെൻ പവർ ഗ്രിഡ് ആണ് സൗണ്ട് ഫണ്ടമെന്റൽ സപ്പോർട്ട് ചെയ്യുന്നു. 140 and 125 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 160 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ PTC ഇന്ത്യ ഫണ്ടമെന്റലി സൗണ്ടാണ്. ഈ സ്റ്റോക്കൊന്നും വലിയ മൂവ് ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷേ വാല്യുവേഷൻ ഫെയർ ആണ്. 56 and 50 രണ്ട് സപ്പോർട്ട് ലെവൽ. 74 ആണ് റെസിസ്റ്റൻസ്. ദെൻ ശ്രീറാം EPC അത്രത്തോളം ഫണ്ടമെന്റലി സൗണ്ട് അല്ല. ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. 22 and 18 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 40 ആണ് സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ശ്യാം ടെലി 30 and 22 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 45 ആണ് സ്റ്റോക്കിൽ റെസിസ്റ്റൻസ്. ദെൻ പെട്രോനെറ്റ് LNG ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 240, 210 ഈ ലെവൽ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 300 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. സൺ TV എനിക്കൊന്ന് തൽക്കാലം ആ സ്റ്റോക്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. 300 and 260 ലെവലിലേക്ക് വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 410 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇപ്പോഴും എത്രയോ നല്ല സ്റ്റോക്കുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള പല നല്ല റിസൾട്ട് ഇപ്പോൾ ഫോഴ്സ് മോട്ടോഴ്സ്, അത് ലൂപ്പിൻ, അങ്ങനെ പല സ്റ്റോക്കും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അങ്ങനെ ബെറ്റർ റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനികളിലേക്ക് നമ്മളുടെ ഫോക്കസ് പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. മാർക്കറ്റ് വാച്ചിന്റെ ഇലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയയ്ക്കുക. ഹെഡ്ജ് ഗിരീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ N. ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ചിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയ കാര്യം പ്രേക്ഷകർ ശ്രദ്ധിച്ചു കാണും എന്ന് കരുതുന്നു. മാർക്കറ്റ് വാച്ച് ഇനി മുതൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12:30 സംപ്രേഷണം ചെയ്യുന്നത്. പുനഃസംപ്രേഷണം ഞായറാഴ്ച രാത്രി 12 മണിക്ക്. നമസ്കാരം.